എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കള്ളക്കർക്കിടകത്തിലെ നാട്ടുവൈദ്യങ്ങൾ എന്ന സീരീസിൻ്റെ 4ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്ന ദശപുഷ്പം നമ്മുടെയൊക്കെ തൊടികളിൽ പച്ചപ്പരവതാനി പോലെ പടർന്നു കിടക്കുന്ന നമ്മൾ നിത്യേന കാണുന്ന കറുകയാണ്. കേവലം ഒരു പുല്ലായി നമ്മൾ ഇതിനെ തള്ളിക്കളയാറുണ്ടെങ്കിലും ആയുർവേദത്തിൽ വലിയ സ്ഥാനമുള്ള ഒന്നാണിത്. ശരീരത്തിലെ രക്തയോട്ടം സുഗമമാക്കാനും രക്തത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളി രക്തം ശുദ്ധീകരിക്കാനും ഇതിലും മികച്ചൊരു നാട്ടുചെടി വേറെയില്ല. കർക്കിടകത്തിലെ ഈർപ്പവും തണുപ്പുകാലവും കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ചൊറി, ചിരങ്ങ്, മറ്റ് ചർമ്മ അലർജികൾ എന്നിവയെ പ്രതിരോധിക്കാനും മുറിവുകൾ ഉണക്കാനും കറുകയുടെ നീര് കർക്കിടകക്കഞ്ഞിയിൽ ചേർക്കുന്നത് വഴി സാധിക്കും. ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്നതിനൊപ്പം അമിതമായ പിത്തദോഷങ്ങൾ കുറയ്ക്കാനും മാനസിക സമ്മർദ്ദം അകറ്റി മനസ്സിന് ശാന്തത നൽകാനും ഉത്തമമായ കറുക വേരോടെ പറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയാണ് കഞ്ഞിയിൽ നീരെടുക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കറുകയുടെ അത്ഭുത ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിൽ ദശപുഷ്പങ്ങളുടെ 3ാമത്തെ ചെടിയെ പരിചയപ്പെടാം. കാത്തിരിക്കുമല്ലോ.